ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മസ്റ്റേർഡ് കിച്ചൻ. ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ മട്ടൻ കറി റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 2 കിലോ മട്ടനിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല അതിന് പകരമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ തന്നെ ജിഞ്ചർ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാനായിട്ട് ഞാനിവിടെ 4 വിസിലാണ് കുക്കറിൽ അടിച്ചെടുത്തിട്ടുള്ളത്. അത് ഓരോ മട്ടൻ അനുസരിച്ചിട്ടും വേവ് മാറി വരും. അതുകൊണ്ട് ആദ്യം ഒരു 3-4 വിസിലടിച്ച് നോക്കിയതിന് ശേഷം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വിസിൽ അടിച്ചാൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 5 സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. നേരത്തെ മട്ടനിൽ ചേർത്ത ഉപ്പ് കൂടെ നോക്കി വേണം ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറ്റിയെടുക്കാം. കറിവേപ്പില നാടൻ കറികളിൽ ചേർക്കുന്നത് സ്വാദ് കൂടാനായിട്ട് നല്ലതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്തായിട്ട് അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിലായിട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മട്ടൻ മസാല, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തീ അല്പം കുറച്ച് വെക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 തക്കാളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി മസാലയായിട്ട് യോജിച്ച് വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചവെള്ളം ഈ ഒരു സമയത്ത് ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ ഒരു മസാല മിക്സ് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇത് ഒന്ന് തിളച്ച് ഈ മസാലയും മട്ടനും കൂടെ മിക്സായി കിട്ടുമ്പോഴേ ഈ ഒരു കറിക്ക് ഒരു തിക്നെസ് നന്നായിട്ട് കറി കുറുകിയൊക്കെ വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കറി ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം.
ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. സ്വാദിഷ്ടമായിട്ടുള്ള മട്ടൻ കറി റെഡി ആയിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. See you in next video. Thanks for watching.